വചനയാത്ര സംഖ്യ 25 പെയാറിലെ ബാൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിന്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിന്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിന്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ടു നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കൺകെ ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞ് കിടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവനു ശേഷം അവന്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തന്റെ ജനത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേല്യൻ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിന്റെ മകൻ സിമ്രി ആണ്. കൊല്ലപ്പെട്ട മിദിയാൻകാരി മിദിയാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിന്റെ മകൾ കൊസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദിയാന്യരെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക. കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ പ്രമാണിയുടെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു.